ദിവ്യകാരുണ്യത്തിലെ ദാരിദ്ര്യം എന്ന പുണ്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മദർ തെരേസായുടെ വാക്കുകൾ വളരെ ശക്തമാണ്. കൂദാശയിൽ യേശു എത്ര ദരിദ്രനാണ്. ദൈവപുത്രനായിരുന്നിട്ടും അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് വേണ്ടി ഒരു ചെറിയ അപ്പക്കഷ്ണമായി ഒരു തുള്ളി വീഞ്ഞായി സ്വയം ഒതുക്കി. കേവലം വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിയുന്നത്ര ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവിടുന്ന് താഴ്ന്നു. മദർ തെരേസായുടെ കണ്ണിലൂടെ നോക്കിയാൽ നമ്മുടെ അൾത്താരകളിൽ ബലിയർപ്പണത്തിൽ അപ്പത്തിലും വീഞ്ഞിലുമായി മറഞ്ഞിരിക്കുന്ന യേശുവാണ് ഏറ്റവും ദരിദ്രൻ. അതിനാൽ അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോകുമ്പോൾ ഓർക്കുക, ലോകത്തിലെ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി ദാരിദ്ര്യം തിരഞ്ഞെടുത്ത സ്നേഹത്തിൻ്റെ ദൈവത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് തിരികെ സ്നേഹിക്കേണ്ടത്? ആമേൻ.